ലോകപ്രസിദ്ധ വലിയായ ഷെയ്ഖ് അബുൽ ഹസൻ ഷാദുലി റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ സൂഫി ജീവിതം ആരംഭിച്ച ഘട്ടത്തിൽ 80 ദിവസം ഭക്ഷണം കഴിക്കാതെ വിജനതീരങ്ങളിലൂടെ സഞ്ചരിച്ചു. ആൾപ്പാർപ്പില്ലാത്ത ഏരിയകളെ ആശ്രയിച്ചു അവിടെ കിടന്നുറങ്ങി. വിശപ്പ് സഹിക്കാൻ നല്ല പരിശീലനം സിദ്ധിച്ചത് മൂലം എനിക്ക് യാതൊരു ക്ഷീണവും തോന്നിയില്ല. മനസ്സിന് നല്ല സമാധാനവും ലഭിച്ചിരുന്നു. അത് കാരണം ഞാൻ കരുതി എനിക്ക് അള്ളാഹുവിൻ്റെ സാമീപ്യം ലഭിച്ചു കഴിഞ്ഞു എന്ന്. അങ്ങനെയുള്ള ചിന്തയിൽ ഒരു ഗുഹയ്ക്കരികിലൂടെ ഞാൻ നടന്നു പോവുകയാണ്. ആ ഗുഹയിൽ നിന്ന് എന്നെ വളരെയേറെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഒരു സുന്ദരിയായ സ്ത്രീ പെട്ടെന്ന് പുറത്തു വന്നു. അവളുടെ മുഖം സൂര്യനെ വെല്ലുന്നതായിരുന്നു. അവരുടെ ശരീരത്തിലേക്ക് പ്രകാശകിരണങ്ങൾ ചുറ്റുഭാഗത്തും മുതിരുന്നുണ്ടായിരുന്നു. അത്തറിൻ്റെ പരിമളം ദേഹത്തിൽ നിന്ന് മടിച്ചു വീശുകയാണ്. ആ മെലിഞ്ഞ ശരീരം തന്നെ തനി തങ്കവർണ്ണമാണ്. ആ കണ്ണുകൾ 2 വിളക്കുകളെ പോലെ മിന്നിത്തിളങ്ങുന്നു. എന്നെ കണ്ട ഉടനെ അബുൽ ഹസൻ ഷാദിലി റളിയല്ലാഹു അൻഹു പറയുകയാണ്, എന്നെ കണ്ട ഉടനെ ആ കണ്ണുകളിൽ നിന്ന് തീപ്പൊരി പാറി. വളരെ ദേഷ്യത്തോടെ എന്നെ നോക്കിക്കൊണ്ട് ആ സ്ത്രീ ആക്രോശിച്ചു, ലക്ഷണം കെട്ട മനുഷ്യൻ! 80 ദിവസം വിശപ്പ് സഹിച്ചപ്പോഴേക്കും അള്ളാഹുമായി ഉല്ലസിക്കാമെന്ന് വ്യാമോഹിച്ച് നടക്കുന്നു. 6 മാസമായി വിശപ്പ് സഹിച്ച് ജീവിക്കുന്ന ഞാൻ പോലും ഈ വ്യാമോഹം വെച്ച് പുലർത്തുന്നില്ല. ഇത് പറഞ്ഞുകൊണ്ടവർ അപ്രത്യക്ഷയായി. ശൈഖ് അവർകൾ പറയുന്നു, അപ്പോൾ എനിക്ക് മനസ്സിലായി, ഇത് തമാശക്കളിയല്ല, കുട്ടിക്കളിയല്ല. അള്ളാഹുമായി ഉല്ലസിക്കാൻ കനത്ത വില നൽകണം. അറിവ് വർദ്ധിക്കും തോറും എനിക്ക് കൂടുതലായി ബോധ്യപ്പെടാൻ തുടങ്ങിയത് എനിക്ക് ഒന്നും അറിഞ്ഞുകൂടാ എന്നാണ്. അതങ്ങനെയാണ്. ഒരുപാട് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ കുറേ കാര്യങ്ങൾ പഠിക്കാൻ തുടങ്ങുമ്പോഴാണ് നമുക്കൊന്നും അറിയില്ല എന്നറിയുന്നത്. അതാണ് ഏറ്റവും വലിയ അറിവും. എനിക്കൊന്നും അറിയില്ലേ. അതേസമയം ഒരു വിവരം ഉണ്ടാവില്ല. അങ്ങനെ കിതാബ് ഓതാൻ പോയിട്ട് കിതാബിൻ്റെ തുറന്നു നോക്കാൻ പോലുള്ള യോഗ്യത ഇല്ലാത്തവനാണ് ലോകത്തിൽ ഏറ്റവും വിവരമുള്ളവനായി നടിക്കുന്നത്. അത് തന്നെയാണ് ജാഹിലും ആലിമും തമ്മിലുള്ള വ്യത്യാസം. ഒരാലിമിനറിയാം തനിക്കൊന്നും അറിയില്ല എന്ന്, ജാഹിലിനറിയില്ല തനിക്കൊന്നും അറിയില്ല എന്ന്. അത് തന്നെയാണ് വ്യത്യാസം. എന്തായാലും അബുൽ ഹസൻ ഷാദിലി റളിയല്ലാഹു അൻഹു തുടരുന്നു, മനുഷ്യ, നീ അള്ളാഹുവിലേക്ക് അടുക്കാൻ കാരണക്കാരനായ നിന്റെ ശത്രുവുമാണ് അള്ളാഹുമായി നിന്നെ അകറ്റുന്ന മിത്രത്തേക്കാൾ നിനക്കുത്തമം. ജനങ്ങൾ നിന്നിലേക്ക് ആകർഷകരാകുന്നതിനെ നീ രാത്രിയായി പരിഗണിക്കുക. അവർ നിന്നിൽ നിന്ന് പിന്തിരിയുന്നതിനെ പകലായും കണക്കാക്കുക. വ്യാമോഹങ്ങളുടെ അടിമത്തം സ്വീകരിക്കാതെ അള്ളാഹുവിൻ്റെ മാത്രം അടിമയാകാൻ ശ്രദ്ധിക്കുക. ഒരു സൂഫി വര്യൻ ഹജ്ജിന് പുറപ്പെട്ടു. വലിയൊരു യാത്രാ സംഘം, അതായത് നമ്മുടെ ഭാഷയിലൊക്കെ കാഫില എന്ന് പറയുമല്ലോ, ഈ കാഫിലയിലാണ് ഇദ്ദേഹം യാത്ര പോകുന്നത്. യാത്ര ആരംഭിക്കുന്ന സമയത്ത് അദ്ദേഹം ഒരു പ്രതിജ്ഞ ചെയ്തു, ഞാൻ ഈ യാത്രയിൽ എന്താവശ്യം നേരിട്ടാലും കൂടെയുള്ളവരോട് യാതൊരു സഹായവും തേടുകയില്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ പ്രതിജ്ഞ. അള്ളാഹുവിനോട് മാത്രമേ ഞാൻ സഹായം ചോദിക്കുകയുള്ളൂ എന്ന് അദ്ദേഹം പ്രതിജ്ഞ ചെയ്തു. അദ്ദേഹം പറയുന്നു, ഹജ്ജ് കഴിഞ്ഞ് മടക്ക യാത്രയിൽ എൻ്റെ കയ്യിൽ സൂക്ഷിച്ചിരുന്ന ഭക്ഷണവും പണവും കഴിഞ്ഞുപോയി. അള്ളാഹുമായുള്ള പ്രതിജ്ഞ നിറവേറ്റാൻ വേണ്ടി സഹയാത്രികരെ ഞാൻ ഈ വിവരം അറിയിച്ചില്ല. ദിവസങ്ങളോളം ഭക്ഷണം കഴിക്കാതെ നീങ്ങിയപ്പോൾ വിശപ്പിൻ്റെ കാഠിന്യം കൊണ്ട് തളർന്നു പോയി. വയറിൽ നിന്ന് വിശന്ന് കത്താൻ തുടങ്ങി. ആകെ അവശനായി കഴിഞ്ഞപ്പോൾ കാഫിലയോടൊപ്പം മുന്നോട്ട് നീങ്ങാൻ വയ്യാതെയായി വഴിയിൽ തളർന്ന് കിടക്കേണ്ടി വന്നു. ഈ അവസരത്തിൽ എൻ്റെ ഹൃദയത്തിൽ വികാര സംഘട്ടനങ്ങൾ നടക്കുകയാണ്. അള്ളാഹുമായുള്ള കരാർ ലംഘിക്കാൻ മനസ്സ് സമ്മതിക്കുന്നില്ല. കാഫില മുന്നോട്ട് നീങ്ങുന്നതിന് മുമ്പ് അവരോട് തൻ്റെ ദയനീയ അവസ്ഥ പറയാതിരുന്നാൽ
ഈ വിജന സ്ഥലത്ത് താൻ ഒറ്റപ്പെട്ടു പോകും. ഏകനായി കിടന്ന് വെള്ളം കുടിക്കാൻ പോലും കിട്ടാതെ മരിക്കേണ്ടി വരും. അവരറിയിക്കാൻ തന്നെ ഒരു ഘട്ടത്തിൽ ഞാൻ തീരുമാനിച്ചു. ഉടൻ തന്നെ ഓർമ്മ വന്നു അള്ളാഹുമായുള്ള കരാറ്. അത് ലംഘിക്കുന്നതിനേക്കാൾ നല്ലത് മരണമാണ്. വേണ്ട, ആരെയും അറിയിക്കണ്ട, മരിക്കുകയാണെങ്കിൽ മരിക്കട്ടെ, ഈ പ്രതിജ്ഞ ഒരിക്കലും ലംഘിക്കാൻ പറ്റൂല എന്ന തീരുമാനത്തിൽ അവസാനം ഉറച്ചു നിന്നു. കാഫിലക്കാർ പോയി, ഒറ്റപ്പെട്ടു പോയി, ഏകാന്തനായി ആ വിജന പ്രദേശത്ത് തളർന്നു കിടന്നു. മരണം ഏതാനും വാരം അകലെ മരണം എത്തി നിൽക്കുന്നത് ഞാൻ കണ്ടു. ഞാൻ തീരുമാനിച്ചു, അള്ളാഹുമായുള്ള പ്രതിജ്ഞ പാലിക്കാൻ വേണ്ടിയുള്ള മരണം അഭികാമ്യം തന്നെ. മരിച്ചു കൊള്ളട്ടെ. ഞാൻ കിബിലക്ക് മുഖം വെച്ച് കിടന്നു, കലിമ ചൊല്ലി. അങ്ങനെ ഒരു ദിവസം കഴിഞ്ഞു. പിറ്റേന്ന് കുതിരപ്പുറത്ത് ഒരാൾ എൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. എന്നോട് അദ്ദേഹം പറഞ്ഞ് കണ്ണു തുറക്ക്. ഞാൻ കണ്ണു തുറന്നു. എനിക്ക് അദ്ദേഹം വെള്ളം തന്നു. ഞാനത് വാങ്ങി കുടിച്ചു. പാലും ലഘുഭക്ഷണവും തന്നു. അതോടെ എൻ്റെ തളർച്ച വിട്ടുമാറി ഉന്മേഷത്തിലായി. എന്നോട് അയാൾ ചോദിച്ചു, നിങ്ങൾ എന്തുകൊണ്ടാണ് ആ യാത്ര സംഘത്തോടൊപ്പം പോകാത്തത്? നിങ്ങൾക്ക് അവരോടൊപ്പം എത്തണ്ടേ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, അവർ ഒരു ദിവസത്തെ വഴിദൂരം പിന്നിട്ടിരിക്കുകയാണ്. ഇപ്പം ഞാനെങ്ങനെയാണ് അവരുടെ കൂടെ എത്തുക എന്ന് ചോദിച്ചു. അപ്പം അന്നയാൾ പറഞ്ഞു, അതൊന്നും പ്രശ്നമില്ല, താങ്കൾക്ക് അവരെ കൂട്ടത്തിൽ എത്തണമെന്ന് ആഗ്രഹമുണ്ടോ അത് പറ. ഞാൻ പറഞ്ഞു, താങ്കളുടെ സഹായമൊന്നും എനിക്ക് വേണ്ട. കാരണം ഞാൻ അള്ളാഹുവിനോട് കരാർ ചെയ്തിട്ടുണ്ട്, ഈ യാത്രയിൽ ഒരാളെ സഹായം സ്വീകരിക്കൂല എന്ന്. അന്നയാൾ പറഞ്ഞു, എന്നാൽ വേണ്ട, നിങ്ങൾ എഴുന്നേറ്റ് എന്നോടൊപ്പം 3 കാലടികൾ എടുത്തു വെക്കുമെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, എന്തിനാണത്? അന്നയാൾ പറഞ്ഞു, ഒരാവശ്യമുണ്ട്, ചെയ്തു നോക്കൂ. ഞാൻ അയാളുടെ ആവശ്യം നിർവഹിച്ചു കൊടുക്കാൻ വേണ്ടി 3 കാലടികൾ അയാളോടൊപ്പം മുന്നോട്ടെടുത്തു വെച്ചു. എന്തൊരത്ഭുതം! ഞാൻ ഏതോ വിദൂര ദേശത്ത് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇയാൾ പറഞ്ഞു, ഞാൻ പോകുന്നു, താങ്കൾ ഇവിടെ നിൽക്കുക. കാഫില ഏതാനും നിമിഷങ്ങൾക്കകം ഇവിടെ വരും. താങ്കൾ ഇപ്പോൾ കാഫിലക്കാരെ മുൻകടന്ന് കഴിഞ്ഞിരിക്കുന്നു. അള്ളാഹുവിങ്കൽ മാത്രം ശരണം പ്രാപിക്കുന്നവർ എപ്പോഴും മുൻകടന്നവരായിരിക്കുമെന്ന്. ഇത്രയും പറഞ്ഞുകൊണ്ട് വന്നയാൾ കുതിരപ്പുറത്ത് ചാടിക്കയറി അപ്രത്യക്ഷനായി. ഞാൻ അത്ഭുത പരവശനായി വീഴ്ച നിൽക്കുമ്പോൾ അതാ വരുന്നു എൻ്റെ സഹയാത്രികർ. ഞാൻ അള്ളാഹുവിൻ്റെ സുജൂദിൽ വീണു. പിന്നെ എഴുന്നേറ്റ് കാഫിലയോടൊപ്പം യാത്ര തുടർന്നു. പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറയുന്നു, അള്ളാഹുവിങ്കൽ ബലമേൽപ്പിക്കുന്നവർക്ക് അള്ളാഹു മതി. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹി അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ്. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.